മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ഡോക്ടർ ഹാരിസ് ചെറക്കലിനെതിരെയുള്ള നടപടിയിൽ ആരോഗ്യവകുപ്പും ഡോക്ടർമാരുടെ സംഘടനയും തമ്മിലുള്ള ചർച്ച വൈകുകയാണ്. ഡോക്ടർക്കെതിരെ നടപടി എടുക്കില്ല എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും റിപ്പോർട്ട് ഇപ്പോഴും വകുപ്പിന്റെ പരിഗണനയിലാണ്. ഹാരിസ് ഡോക്ടറിനെതിരെ ഡോക്ടർമാർക്കിടയിലും എതിർപ്പ് ഉയരുന്നതാണ് ചർച്ച വൈകാൻ കാരണം. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ച വൈകുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട് യൂറോളജി വിഭാഗം മേധാവി കൂടിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചെറക്കൽ പുറത്തുവിട്ട വിഷയങ്ങളിൽ വലിയ വിവാദമാണ് സംസ്ഥാനത്തുണ്ടായത്. അതിൽ കേരളക്കാരൊട്ടാകെയും ഹാരിസ് ഡോക്ടറിനൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നടന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതാവുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ DMAയും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ പ്രിൻസിപ്പളും എതിരെ നിന്നത് ഹാരിസ് ഡോക്ടറിനെതിരെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് KGM-CTA വിഷയത്തിൽ ഇടപെടുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഒക്കെ ഹാരിസ് ഡോക്ടറിനെതിരെ നടപടിയെടുക്കാനായിട്ട് DMAയുടെ വിവിധ തലങ്ങളിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. ആ നൽകിയ റിപ്പോർട്ടുകളെല്ലാം ഹാരിസ് ഡോക്ടറിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ ഹാരിസ് ഡോക്ടറിനെതിരെയുള്ള റിപ്പോർട്ടുകളായിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് KGM-CTA ഇതിൽ ഇടപെടുന്നത്. KGM-CTAയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ചർച്ച വൈകുന്നതിന് കാരണം ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള എതിർപ്പാണ് നമുക്കറിയാൻ സാധിക്കുന്നു. ചില ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ വിഭാഗത്തിലുള്ള ചില ഡോക്ടർമാർക്ക് ഹാരിസ് ഡോക്ടറിനോട് എതിരഭിപ്രായമുണ്ട്. ഹാരിസ് ഡോക്ടറിനെതിരെ നടപടിയെടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ KGM-CTAയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച വൈകുന്നത് എന്ന് പറയാൻ സാധിക്കും. കാരണം ഹാരിസ് ഡോക്ടറിനെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന ആരോഗ്യ വകുപ്പ് പല ഘട്ടങ്ങളിലും സൂചന നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും DMA നൽകിയ റിപ്പോർട്ട് വകുപ്പിൻ്റെ പരിഗണനയിലാണ്. ആ റിപ്പോർട്ട് വകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഡോക്ടറിനെതിരെ ഒരു നടപടി ഉണ്ടാകാൻ എല്ലാ കാലത്തും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KGM-CTA ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തി ഡോക്ടർക്കെതിരെയുള്ള നടപടി ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, ഡോക്ടർമാർക്കിടയിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ, അതൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ചർച്ച വൈകുന്നതിന് കാരണമായി മാറുന്നതായും ഡോക്ടറിനെതിരെ ആദ്യഘട്ടത്തിൽ നടപടി എടുക്കില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് നടപടിക്കുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തമായ ചർച്ച നടന്നാൽ മാത്രമേ ഡോക്ടർക്ക് ഈ നടപടി ഉണ്ടാകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ അഭിപ്രായ വ്യത്യാസക്കുറവ് പരിഹരിക്കാനും സാധിക്കുകയുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP ശരി, ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.